വീണ്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഇടപെടൽ ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ്. കാരണം അമേരിക്ക പിൻവലിയുകയാണ്. ഇറാനുമായി ഇനി ഏറ്റുമുട്ടാൻ അമേരിക്ക തയ്യാറല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും റഷ്യ ഒരു അൾട്ടിമാറ്റം എന്ന രീതിയിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നൽകുന്ന താക്കീതെന്ന് പറഞ്ഞാൽ, ഇനിയും ഇറാനെ ഉപദ്രവിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇറാൻ്റെ ചെറുത്തുനിൽപ്പ് മാത്രമായിരിക്കില്ല നിങ്ങൾ നേരിടേണ്ടി വരുന്നത്, മറിച്ച് റഷ്യയുടെ ആക്രമണം കൂടി നിങ്ങൾ നേരിടേണ്ടി വരും. റഷ്യ പരമാവധി സഹിച്ചിരിക്കുകയാണ്. ഉക്രൈനുമായുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് നാറ്റോ രാജ്യങ്ങളെ കൂടുതൽ മൂപ്പിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് റഷ്യയുടെ പ്രഹരം ഇതുവരെ നേരിട്ട് ലഭിച്ചിട്ടില്ല. പക്ഷേ അതിനും തയ്യാറായി തന്നെയാണ് വ്ളാഡിമിർ പുടിൻ നിൽക്കുന്നത്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് നിൽക്കുന്ന വ്ളാഡിമിർ പുടിനെ ഇനി ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വഴി. ഇറാൻ, നമുക്കറിയാം, ഇറാൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശരിക്കും ഭയചകിതരായാണ് അമേരിക്ക പിൻവാങ്ങാൻ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഇസ്രയേലിനെ കൂടി പിന്തിരിപ്പിക്കണമെന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇസ്രയേലിലെ തെമ്മാടി ഭരണകൂടം യാഥാർത്ഥ്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഗാസയിലെ പാവങ്ങളെ ഉപദ്രവിക്കുന്നത് പോലെ ഇറാനെ കയറി അങ്ങ് മേഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. റഷ്യ ആണവായുധങ്ങൾ ഇറാന് നൽകിയാൽ വലിയ വിസ്ഫോടനമായിരിക്കും ഉണ്ടാകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ ആണവായുധങ്ങൾ റഷ്യയിൽ നിന്നും കൈക്കലാക്കാൻ യാതൊരു പാടുമില്ല. കാരണം ഇറാൻ ഒന്ന് ഞൊടിച്ചാൽ മതി, റഷ്യ ആണവായുധങ്ങൾ നൽകും. അതും ഉപാധികളില്ലാതെ തന്നെ ആയുധങ്ങൾ നൽകാൻ വേണ്ടി തയ്യാറാവുകയാണ്. നമുക്കറിയാം, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ, ഫോർദോയും ഇസ്ഫഹാനും അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ ഡ്രോൺ സൗകര്യങ്ങൾ ഉൾപ്പെടെ വലിയ സുരക്ഷ ഒരുക്കിയാണ് ഇപ്പോൾ ആ ആണവ നിലയങ്ങൾ റഷ്യയുടെ മേൽനോട്ടത്തിൽ സംരക്ഷണ കവചം ഒരുക്കിയിരിക്കുന്നത്. അത്രയും ചെയ്യാമെങ്കിൽ റഷ്യയ്ക്ക് അടുത്ത പടി കൂടി കടന്ന് ഇറാന് വേണ്ടി കളത്തിലിറങ്ങാനും യാതൊരു മടിയുമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റഷ്യ എന്ന രാജ്യം സ്വീകരിക്കുന്ന നിലപാടുകൾ ഇറാനെ എത്രത്തോളം കരുത്തരാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ കരുത്താർജിച്ച് വന്നിരിക്കുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിൽ ഇറാൻ തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളെ അവരെ വരച്ച വരയിൽ നിർത്താൻ ഇറാന് കഴിയുന്നുണ്ട്. GCC രാജ്യങ്ങൾ ഇപ്പോൾ ഇറാന് പിറകിൽ ഇറാനെ വിശ്വസിച്ച് നിൽക്കുകയാണ്. സൗദി അടക്കമുള്ള രാജ്യങ്ങളുടെ അഹങ്കാരവും തണ്ടും അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇറാനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഈ നൂറ്റാണ്ടിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസൂദ് പസക്സിയാൻ എന്ന ഇറാൻ്റെ പ്രസിഡന്റ് ഒരുപക്ഷെ ഖമനേയി കഴിഞ്ഞാൽ ഇറാനിൽ ഏറ്റവും സ്വാധീനമുള്ള ഇറാൻ്റെ പ്രസിഡന്റ് തന്നെയാണ് എന്ന് ചുരുക്കനാൾ കൊണ്ട് തന്നെ തെളിയിച്ച വ്യക്തിയാണ്. മൊജ്തബ ഖമേനി അധികാരമേറ്റതിനു ശേഷം ഇറാനിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളാണ്. അവിടെ വ്യാവസായിക വിപ്ലവങ്ങൾ ഉൾപ്പെടെ എല്ലാ രീതിയിലും പരിവർത്തനം ഉണ്ടാവുകയാണ്. ഇറാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമായി കണക്കാക്കാൻ കഴിയും. കാരണം ഒത്തിരി അധികം സ്വാതന്ത്ര്യം അവിടുത്തെ ജനതയ്ക്ക് അനുഭവിക്കാൻ സാഹചര്യം ഒരുക്കുന്ന രീതിയിലാണ് മൊജ്തബ ഖമേനി പരിഷ്കാര നടപടികൾ എടുത്തിരിക്കുന്നത്. അത് ജനങ്ങളെ കൂടുതൽ ഭരണകർത്താക്കളുമായി അടുപ്പിക്കാൻ കാരണമാകുന്നു. രാജ്യം എന്ന പൊതുവികാരം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. ഇതൊക്കെ മൊജ്തബ ഖമേനി ഇറാൻ്റെ ജനങ്ങളിലേക്ക് അവരുടെ മനസ്സിലേക്ക് കടന്നു കയറിയ ഒരു സാഹചര്യമാണ്. ഈ ഒരു നിർണായക നിമിഷത്തിൽ റഷ്യ കൊടുക്കുന്ന പിന്തുണ ചെറുതല്ലാത്തതാണ്. ആണവായുധങ്ങൾ വേണ്ടി വന്നാൽ ഞങ്ങൾ ഇറാന് ഒരു ഉപാധിയും കൂടാതെ നൽകുമെന്ന റഷ്യയുടെ ആ വാക്ക് തന്നെ മതി അമേരിക്കയും ഇസ്രയേലിനെയും ശരിക്കും ഭയപ്പെടുത്തിയിരിക്കാൻ.